مستيقظا متشمرا ذا أهبة لم تلهه الآمال. യാത്ര പോവാനായി എന്ന് ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ച് ഒട്ടകത്തെ നടത്തുന്ന ഒരാൾ തൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് ഒട്ടകത്തെ താഴ്ത്തി നിർത്തി കയറാൻ പറഞ്ഞതുപോലെ, കയറ് വണ്ടിയിലെന്ന് പറയുമ്പോൾ കയറുകയാണ്. فأصابه مستيقظا متشمرا ذا أهبة لم تلهه الآمال. പോവല്ലേ എന്ന് പറഞ്ഞ് റൂഹ് കൊണ്ടുപോകാനുള്ള വാഹനവുമായി അസ്റായീൽ അലൈഹിസ്സലാം മലക്കുൽ മൗത്ത് വീടിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ ഫഅസ്വാബഹു മുസ്തൈഖിലൻ മുതശമ്മിറാ, ഒരുങ്ങി റെഡിയായി കുപ്പായമിട്ട് ആ ഒരു മലക്കിനെയും കാത്തു നിൽക്കുകയായിരുന്നു. ദാ ഉഹ്ബത്തിൻ ലം തുൽഹിഹിൽ ആമാലു, അശേഷം മടിയോ ഒരൽപ്പമെങ്കിലും ഉന്മേഷമില്ലായ്മയോ ഒന്നുമില്ലാതെ സർവസജ്ജരായി ഊർജ്ജസ്വലനായി ആ ഒരു യാത്രക്ക് ഒരുങ്ങി നിൽക്കുകയായിരുന്നു അല്ലാമത്തുൽ ജുബ്നിയാനി. അതിനെ ഓർമ്മിപ്പിക്കാനാണ് റജുലുൻ വഖഫ ലഹു ഹാതിഫ് ഫഖാല ലഹു അഹ്സിൻ അമലക് ഫഖദ് ദനാ അജലുക്. ഇത് നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ കൂടെ കൊണ്ടു നടക്കേണ്ട ഒരു ഉപദേശമാണ്. ഒരാൾ ബാക്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അത്രേ, നിന്റെ അമലുകളൊക്കെ നന്നാക്കിക്കോ, സമയമായിട്ടുണ്ട്. ഇനി ഒരു നാൾ, ഇനി ഒരു മുഹറം 10, ഇനി ഒരു മുഹറം 11 നിന്റെ ജീവിതത്തിലേക്ക് വരാനില്ല, കഴിഞ്ഞു എന്ന് മരണത്തിൻ്റെ മലക്ക് നമ്മെ വന്ന് ഓർമ്മിപ്പിക്കുന്ന പോലെ ഉന്മേഷം വേണം. അള്ളാഹുവിനോട് പ്രാർത്ഥനയുടെ കൈകളുമായി, റബ്ബേ, കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞുപോയ കാലങ്ങളിൽ എനിക്ക് നിന്നെ ഓർക്കാൻ സാധിക്കാതെ പോയ സമയങ്ങൾ എത്രയോ നഷ്ടമായി റബ്ബേ. അള്ളാഹുവേ, ഇനി വരാനുള്ള നാളുകളിൽ പടച്ചവനെ നീ എനിക്ക് തൗഫീഖ് നൽകണേ, മധുരമുള്ള ഇബാദത്ത് ചെയ്യാൻ, മധുരമുള്ള സുജൂദ് ചെയ്യാൻ, ആനന്ദമുള്ള നോമ്പെടുക്കാൻ, രുചിയുള്ള ഒരു നിസ്കാരം നിർവഹിക്കാൻ, മധുരമൂറുന്ന ഖുർആനിൻ്റെ പാരായണം നിർവഹിക്കാൻ, ആനന്ദിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ ഒരവസരം നൽകണേ. അൽ മഹ്റൂമു മൻ ഹുരിമ ലദ്ദത്തുൽ ഇബാദ, ഇബാദത്തിൻ്റെ ആരാധനയുടെ മധുരം നഷ്ടപ്പെട്ടവനാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചവനത്രേ. ആരാധനയുടെ മധുരം, 5 നേരത്തെ നിസ്കാരത്തിന് ഒരു മധുരമുണ്ട്, ആ ഒരു ഇബാദത്തിന് ഒരു ചമൽക്കാരമുണ്ട്, സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം നഷ്ടപ്പെടുന്നവർ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചവരാണ്. അത് കേവലം ചടങ്ങല്ല, അത് മിഅ്റാജ്. ഹബീബായ നബി തങ്ങൾ 7 ആകാശങ്ങൾക്കപ്പുറം അല്ലാഹുവിൻ്റെ ഹളറത്തിലെത്തി റബ്ബ് തആലയുമായി മുനാജാത്ത് നടത്തി ഭൂമിയിലേക്ക് കൊണ്ടുവന്ന തുഹ്ഫയാണ്, സമ്മാനമാണ് 5 നേരത്തെ നിസ്കാരം. എന്നിട്ട് അവിടെ നിന്ന് പറയുകയായിരുന്നു, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ്റെ മിഅ്റാജാണ് നിസ്കാരം. അല്ലാഹു അക്ബർ എന്ന് സലാം പറയുമ്പോൾ, എന്ന് തക്ബീർ ചൊല്ലുമ്പോൾ, തക്ബീറിൻ്റെ വചനം അല്ലാഹു അക്ബർ, പടച്ചവനെ ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനേക്കാളും വലുത് നീയാണ് എന്ന് നമ്മൾ വിളിച്ചു പറയുന്നതോടുകൂടെ മസ്ജിദുൽ അഖ്സാക്കരികിലുള്ള ഖുബ്ബത്തു സുഹ്റയിൽ നിന്ന്, ആ ഒരു സുഹ്റയിൽ നിന്ന് ഹബീബായ നബി തങ്ങൾ ആകാശലോകത്തേക്ക് യാത്ര പോയി 7 ആകാശങ്ങളും സിദ്റത്തുൽ മുൻതഹായും കടന്ന് ബഹറുൻ നൂറും കടന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യം അനുഭവിച്ച ആ ഒരു യാത്രയുടെ പ്രതീതിയായിരിക്കണം തക്ബീർ ചൊല്ലി സലാം വീട്ടുന്നത് വരെ. അതാണ് നിസ്കാരം. അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം അത്. പടച്ച തമ്പുരാനെ, ആനന്ദമുള്ള നിസ്കാരം നൽകണമേ എന്ന് റബ്ബിനോട് ചോദിക്കണം. കൂഫ മസ്ജിദിൻ്റെ പിൻഭാഗമെന്ന് പൊളിഞ്ഞ് തകർന്നു വീണപ്പോൾ മഅ്മൂമീങ്ങളെല്ലാം ഇറങ്ങി ഓടിയപ്പോൾ ഓടാതെ മെഹ്റാബിൽ നിസ്കാരത്തിൽ നിന്ന് ഒരു ഇമാമുണ്ട്. ആ ഇമാമ് പള്ളി പൊളിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടിരുന്നില്ല. ആളുകളൊക്കെ ഇറങ്ങി ഓടി. കൂഫായുടെ പള്ളി ഒരു ഭാഗം പൊളിഞ്ഞു വീണപ്പോഴേക്കും മഅ്മൂമീങ്ങൾ കൈ കെട്ടഴിച്ച് ഓടി. അവിടെ ഓടാതെ നിന്നത് ഒരു ഇമാമാണ്. ആ ഇമാം ഓടിയില്ല. കാരണം എന്തെന്നറിയോ? പള്ളി പൊളിഞ്ഞു വീഴുന്ന ശബ്ദം ആ ഇമാം അറിഞ്ഞില്ലത്രേ.
ആ ഇമാം ആരാണെന്നറിയണ്ടേ? ഹനഫി മദ്ഹബിന്റെ ഇമാം മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു എന്ന ലോകം കണ്ട അൽ ഇമാമുൽ അഅ്ളം മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ആണത്. അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അറിഞ്ഞില്ല. ഫഖീഹാൻ, ആബിദാണ്, സാഹിദീങ്ങളാണ്. അല്ലാഹുവിനോട് ദുആ ഇരക്കണേ. അജസുന്നാസി മൻ അജസ അനിദ് ദുആ. ലോകത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ ദുർബലൻ ആരാണ് എന്ന് ചോദിച്ചാൽ, ആരാണ് ഏറ്റവും വലിയ ദുർബലൻ? ഹു ഈസ് ദ വീക്കസ്റ്റ്? ഏറ്റവും വലിയ ദുർബലൻ ആരാ? എണീറ്റിക്കാൻ പറ്റാത്ത ആളാണോ? കോണി കയറാൻ പറ്റാത്ത ആളാണോ? ഓടാൻ പറ്റാത്ത ആളാണോ? ആരാ ഈ ദുർബലൻ? ഒന്നിനു പറ്റാത്ത ആളാരാ? മൻ അജസ അനിദ് ദുആ. കൈയുയർത്തി അല്ലാഹുവിനോട് ദുആ ഇരക്കാൻ അറിയാത്ത ആളാണ് ഏറ്റവും വലിയ ദുർബലൻ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനോട് ചെരുപ്പിന്റെ വാറ് മുതൽ ജന്നത്തുൽ ഫിർദൗസ് വരെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പടച്ചോനെ എനിക്ക് ചെരുപ്പ് വേണം. ചെരുപ്പിന്റെ വാറു മുതൽ അല്ലാഹുവിൻ്റെ ജന്നത്തുൽ ഫിർദൗസ് വരെ വഫൗഖഹാ അർശുർ റഹ്മാൻ. ജന്നത്തുൽ ഫിർദൗസിന്റെ മുകളിലാണ് അല്ലാഹുവിൻ്റെ അർശ്. ആ സ്വർഗ്ഗലോകത്തെ ഏറ്റവും ഉന്നതമായ സ്വർഗം നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ ഒരു റബ്ബാണ് നമ്മുടെ റബ്ബ്. അല്ലാഹുവിനോട് ചെരുപ്പിന്റെ വാറു മുതൽ ജന്നത്തുൽ ഫിർദൗസ് വരെ ചോദിക്കാൻ പറ്റും. എന്നിട്ടും ഒരു ചോദ്യം ചോദിക്കാൻ കഴിയാതെ, മനമുരുകി ദുആ ഇരക്കാൻ കഴിയാതെ, അവനവൻ്റെ കാര്യം പടച്ചതമ്പുരാനോടൊന്ന് ദുആ ചെയ്യാൻ സാധിക്കാത്ത മനുഷ്യനാണ് ഏറ്റവും വലിയ ദുർബലനെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ തമന്നാ അഹദുക്കും ഫൽയുക്സിർ ഫഇന്നമാ യസ്അലു റബ്ബഹ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ ചോദിച്ചോളൂ, ചെറുതാക്കരുത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ വലുതായിക്കോട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചുരുക്കിക്കളയണ്ട. വലിയ വലിയ ആഗ്രഹങ്ങൾ പറഞ്ഞോളൂ റബ്ബിനോട്. ഫഇന്നമാ യസ്അലു റബ്ബഹു. അവർ ചോദിക്കുന്നത് റബ്ബിനോടാണ്, അല്ലാഹുവിനോടാണ്. അവിടെ ചോദിക്കുമ്പോൾ ചെറുതൊന്നും ചോദിക്കണ്ട, വലുതന്നെ ചോദിച്ചോളൂ. അല്ലാഹു ദുനിയാവും ആഖിറവും അല്ലാഹുവിനോടാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഫൽയുക്സിർ. അതുകൊണ്ട് ആഗ്രഹങ്ങൾ പെരുപ്പിച്ചോളൂ, കുറക്കണ്ട. ആരോടാ ചോദിക്കുന്നറിയോ? വഇൻദനാ വഇൻ മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസായിനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. എല്ലാറ്റിൻ്റെയും ഖജനാവ് അല്ലാഹുവിൻ്റെ കൈകളിലാണ്. എല്ലാറ്റിൻ്റെയും ഖജനാവ്, ആരോഗ്യത്തിൻ്റെ ഖജനാവ്, സ്വർണത്തിൻ്റെ, വെള്ളിയുടെ, സമ്പത്തിൻ്റെ, ഇൽമിൻ്റെ, മഅരിഫത്തിൻ്റെ, എല്ലാറ്റിൻ്റെയും ഖജനാവ് അല്ലാഹുവിൻ്റെ കയ്യിലാണ്. വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. അതുകൊണ്ട് ചോദിക്കുമ്പോൾ അല്ലാഹുവിനോട് ചോദിച്ചോളൂ. പടച്ചതമ്പുരാൻ്റെ കയ്യിൽ ഖസാനകളാണുള്ളത്, പൊതികളല്ല, ഖജനാവുകളാണ്. റബ്ബിനോട് ചോദിക്കാൻ കഴിയാത്തവനാണത്രേ ഏറ്റവും വലിയ ദുർബലനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്യണം അല്ലാഹുവിനോട്. മക്കൾ നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണം. ഈ ഉമ്മത്ത് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി ദുആ ഇരക്കണം. സ്വന്തം കാര്യം മാത്രം ദുആ ചെയ്തു പോരല്ലേ. എൻ്റെ അസുഖം, എൻ്റെ കുട്ടിൻ്റെ അസുഖം, എൻ്റെ മുട്ടുംകാലിൻ്റെ വേദന, അവിടെ നിർത്തരുത് നിങ്ങളുടെ ദുആ. ഈ ഉമ്മത്തിൻ്റെ വേദന, ഈ ഉമ്മത്തിൻ്റെ പ്രയാസം, ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, അല്ലാഹുവേ ഉമ്മത്തിന് നീ റഹ്മത്ത് ചെയ്യണമേ എന്ന് പറയാതെ നിങ്ങൾ എഴുന്നേറ്റ് പോരരുത്. നിങ്ങളുടെ ദുആ അവസാനിപ്പിക്കരുത്. ഉമ്മത്തിനെ കൂടെ ചേർക്കണം. അങ്ങനെയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഉമ്മത്തികളുടെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹു നിങ്ങൾക്ക് ഹസനാത്ത് നൽകുമെന്ന് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുമ്പോൾ ഉമ്മത്തികളുടെ എണ്ണത്തിനനുസരിച്ച് ഹസനാത്ത്. അല്ലാഹുവിൻ്റെ ഖസാന അങ്ങനെയാണ്. കുറച്ച് ചെയ്താൽ വലിയ കൂലിയാണ്. ഒരൊറ്റ വാക്കല്ലേ നമ്മൾ പറയുന്നുള്ളൂ. ഉമ്മത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹ് നന്മകൾ നമുക്ക് തരുമെന്ന്. സുബ്ഹാനല്ലാഹ്. ചോദിക്കണേ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക.
ഇത് ഹബീബിൻ്റെ ദുആയാണ്. അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക, പടച്ചവനെ നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണമേ, നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണമേ. ഓരോ മഴത്തുള്ളിയുടെ കൂടെയുമുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ. ഓരോ പുല്ലിൻ്റെ പച്ചയിലകളിലുമുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ. ഓരോ മരത്തിൻ്റെ ശിഖരങ്ങളിലുമുണ്ട്, ഓരോ വള്ളികളിലും ചെടികളിലുമുണ്ട് അള്ളാഹുവിനറിയാനുള്ള ലക്ഷ്യങ്ങൾ, അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ. ആകാശലോകത്തുകൂടെ പറന്നുയർന്നുകൊണ്ടിരിക്കുന്ന മേഘപ്പാളികളിലുണ്ട് അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക, അല്ലാഹുവേ നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണമേ. വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാനും. വഹുസ്നി ഇബാദതിക്, അല്ലാഹുവേ നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യാനും നീ എന്നെ സഹായിക്കണമേ എന്ന് പുണ്യനിബിതങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. ഇദാ ലം യകുൻ ഔനുൻ മിനല്ലാഹി ലിൽ ഫതാ ഫഅവ്വലു മാ യജ്നി അലൈഹി ഇജ്തിഹാദുഹു. അല്ലാഹു നൽകുന്ന തൗഫീഖ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പടച്ചവനോട് തൗഫീഖിനെ ചോദിക്കാൻ. ഓരോരുത്തർ പറയില്ലേ, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാണ് എൻ്റെ മുതൽ. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല എന്നാ. ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് അള്ളാഹു തന്നതാണ് എൻ്റെ മുതൽ, അങ്ങനെ പറയണം. എന്തേ കാരണം എന്നറിയോ? നിങ്ങളിലേറെ കഷ്ടപ്പെട്ട ആൾക്കാർ വേറെ ഇരിക്കുന്നുണ്ട് പുറത്ത്, ഓർക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണെങ്കിൽ ഇപ്പുറത്ത് നിങ്ങളിലേറെ വെയിൽ കൊണ്ട് നടന്നവർക്ക് അത് കിട്ടണം. കിട്ടിയോ? ഇല്ല. എന്തേ? അള്ളാഹുവിൻ്റെ ഒരു തൈസീർ, അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ് നിങ്ങളിലേക്ക് ചേർന്നപ്പോഴാണ് നിങ്ങൾക്കത് കിട്ടിയത്. നിങ്ങളിലേറെ അധ്വാനിക്കുന്നവർ വേറെയുണ്ട്, നിങ്ങളെക്കാളും കഴിവുള്ളവർ വേറെയുണ്ട്, നിങ്ങളെക്കാളും ക്വാളിഫിക്കേഷൻ ഉള്ളവരും വേറെയുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ മദത് നിങ്ങൾക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കത് കിട്ടുമായിരുന്നില്ല. ഗൾഫിലൊക്കെ പോയി പറയില്ലേ, 40 കൊല്ലം 50 കൊല്ലം 21 പായക്കപ്പലിൽ പോയതാണ്. അതൊക്കെ നല്ല തന്നെ. പായക്കപ്പലിൽ പോയവരൊന്നും ഈശ്വലി സാഹിബായിട്ടില്ല. അയക്കണോ? എത്ര ആൾക്കാർ പോയിട്ടുണ്ട്? അവരുടെ മുമ്പ് പോയവർ, ശേഷം പോയവർ, എത്ര കഷ്ടപ്പെട്ടവർ. കഷ്ടപ്പാട് കൊണ്ട് മാത്രം അള്ളാഹ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ആ കഷ്ടപ്പാട് കൊണ്ട് ഇപ്പോഴും ജീവിക്കുന്ന പഴമക്കാരുണ്ട്. പിന്നെ അള്ളാഹിൻ്റെ ഒരു തൗഫീഖ് കൂടെ വന്നാൽ അപ്പോൾ അള്ളാഹു അവർക്ക് ഓപ്പണിങ് തുറന്നു കൊടുക്കുകയാണ്, ഒരു വഴി തുറന്നു കൊടുക്കുകയാണ്. എന്നല്ലാതെ നമ്മുടെ അധ്വാനം കൊണ്ട് എന്ന് പറയണ്ട. അങ്ങനെയാണെങ്കിൽ അധ്വാനിക്കുന്നവർക്ക് മുഴുവൻ കിട്ടണം. അതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് വെച്ച് നടക്കുമ്പോൾ പി ജിയും അതിനപ്പുറവും സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുമ്പോഴേ എനിക്ക് ജോലി കിട്ടും അതൊന്നും വിചാരിക്കും. പഠിച്ചോളി, PG വേണം, PhD വേണം, ഒക്കെ ചെയ്തോളി. ഹയർ ക്വാളിഫിക്കേഷൻ വേണം. ഇൽമിന് വേണ്ടിയാണ്, എന്ത് റിസ്ക്കിന് വേണ്ടിയല്ല. അത്ര പോലും ഇല്ലാതെ 10ാം ക്ലാസ് പാസ്സാവാത്ത ഒരാൾ വലിയ ശമ്പളം വാങ്ങുന്നുണ്ടാവും, അയാൾക്ക് വലിയ ഫാക്ടറി ഉണ്ടാവും. എന്തേ കാരണം എന്നറിയോ? അള്ളാഹു അങ്ങാനും സർട്ടിഫിക്കറ്റിനനുസരിച്ചാണ് ജോലി കൊടുക്കുന്നത്, ഇൽമ് അവർക്ക് റിസ്ക് കൊടുക്കുന്നതെങ്കിൽ മനുഷ്യന്മാർ മനസ്സിലാക്കും റിസ്ക് കൊടുക്കുന്നത് സർട്ടിഫിക്കറ്റാണ്. അള്ളാഹു അല്ല, അത് മനസ്സിലാക്കി തരാനാണ് സർട്ടിഫിക്കറ്റ് ഉള്ളവനും ഇല്ലാത്തവനും അള്ളാഹു റിസ്ക് കൊടുക്കുന്നത്. ഇത് ഞാനാ നൽകുന്നത്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ. അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ടതാണ്. റബ്ബിൻ്റെ തൗഫീഖ്, അള്ളാഹുവിൻ്റെ തൈസീർ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇൽമ് കിട്ടുമോ? മഅരിഫത്ത് ലഭിക്കുമോ? ഈമാൻ ലഭിക്കുമോ? നമുക്ക് തഖ്വ ഉണ്ടാകുമോ? അള്ളാഹുവിനോട് ചോദിക്കണം. ഇദാ ലം യകുൻ ഔനുൻ മിനല്ലാഹി ലിൽ ഫതാ ഫഅവ്വലു മാ യജ്നി അലൈഹി ഇജ്തിഹാദുഹു. അള്ളാഹുവിൻ്റെ ഔന് വേണം, അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. ഉന്നതമായ ചിന്തകൾ നമ്മുടെ കൂടെ നിൽക്കട്ടെ. മഹത്തുക്കൾ നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോയത്, വെളിച്ചം വിതറി കഴിഞ്ഞു പോയത് ഉന്നതമായ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങാനുള്ള പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ലോകം കണ്ട പ്രഗത്ഭനായ മഹാൻ, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം പേരെടുത്ത് പറയപ്പെട്ട താബിഈയായ മഹാൻ അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, നഫ്സക്, നിന്റെ ശരീരം നീ നോക്കേണമേ, ഇല്ലം തുശ്ഗിൽഹാ ബിൽ ഹഖ് ശഗലത്ക ബിൽ ബാതിൽ. നിന്റെ ശരീരം നീ നോക്കേണമേ, ആ ശരീരത്തിന് നന്മയിലും സ്വാലിഹായ അമലിലുമായി നിന്റെ നഫ്സിന് ഒരു എൻഗേജ്മെന്റ് നീ കൊടുത്തില്ലെങ്കിൽ ബാത്തിലിൽ, തെറ്റുകളിൽ നിന്റെ ശരീരം പോയി എൻഗേജ് ആവും.
വലിയൊരു ഹിക്മത്താണിത്, തത്വജ്ഞാനമാണ്. നഫ്സക്, നിന്റെ നഫ്സിനെ നീ സൂക്ഷിച്ചേക്കണം. എന്തേ? അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ ചെയ്യാതെ വെറുതെ അങ്ങനെ ഇരുന്നാൽ നമ്മുടെ ശരീരം നേരെ തെറ്റിലേക്കാണ് പിന്നെ പോവുക. നന്മ കൊണ്ട് ബിസിയാക്കിയില്ലെങ്കിൽ തിന്മയിൽ പോയി ഓട്ടോമാറ്റിക്കലി ബിസിയാവും. അതുകൊണ്ടാണ് ഈ മയക്കുമരുന്നിനും ലഹരിക്കും മറ്റു തിന്മകൾക്കും പിന്നാലെ നമ്മുടെ കുട്ടികൾ പോകുന്നത്. എന്തേ? അവരെ നന്മയിൽ എൻഗേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല. നമ്മുടെ SKSF-ന്റെ, നമ്മുടെ സുന്നി ബാലവേദിയുടെ, SKSBയുടെ ഒക്കെ ഇഷ്ടംപോലെ വേദികളുണ്ട്. കുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള മേഖലകളാണ്. നമ്മുടെ വിഖായ വളണ്ടിയർമാർ കണ്ടില്ലേ, കഠിനാധ്വാനം ചെയ്യുന്ന സേവകന്മാർ. അത്തരം കൂട്ടുകെട്ടുകളിൽ, അത്തരം നമ്മുടെ സംഘടനകളിലേക്ക് നമ്മുടെ മക്കൾക്ക് ഇടപെടാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ വല്ല മയക്കുമരുന്ന് മാഫിയ അവരെ കൊണ്ടുപോകും. അതാണ്ടാവുക. നന്മയിൽ അവർ എൻഗേജ് ചെയ്തില്ലെങ്കിൽ തിന്മയിൽ അവർ പോയി എൻഗേജ് ആവും. അതുകൊണ്ടാണ് നഫ്സക് ഇല്ലം തുശ്ഗിൽഹാ ബിൽ ഹഖ് ശഗലതക ബിൽ ബാതിൽ, നീ നിന്റെ ശരീരത്തെ നന്മയിലായി ഇടപെടുത്തിയില്ലെങ്കിൽ നിന്റെ ശരീരം നിന്നെ തിന്മയിലേക്ക് കൊണ്ടുപോകുമെന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മുടെ ശരീരം നന്മയുടെ ചിന്തയിലായിരിക്കട്ടെ. നന്മയുടെ ചിന്ത അത് അല്ലാഹുവിന് ഇഷ്ടമാണ്. മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ചിലപ്പോൾ സിനിമയിൽ മനസ്സിനെ എൻഗേജ് ചെയ്യാൻ പറ്റും, കളിയിൽ, ഗെയിമുകളിൽ, പല കോമഡികളിൽ, ഡ്രഗുകളിൽ, തിന്മകളിൽ, ഇതിലൊക്കെ നഫ്സിനെ എൻഗേജ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ശേഷം വരുന്നത് കആബ, സങ്കടമാണ്, ദുഃഖമാണ്, വിഷാദ രോഗമാണ്, ഡിപ്രഷനാണ്. നേരെമറിച്ച് ഖുർആനിൽ നമ്മുടെ മക്കൾ എൻഗേജാണ്. അവർ ദീൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വിദ്യാഭ്യാസ മേഖലയിൽ, അവർ സേവന പ്രവർത്തനങ്ങളിൽ എൻഗേജ്ഡാണ്. അവർക്ക് ലഭിക്കുന്ന മനസ്സിൻ്റെ സുഖം ഡ്രഗ് അടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നില്ലെന്ന് മനസ്സിലാക്കണം. തിന്മയിലൂടെ വിരാജിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നില്ല. എന്തേ? മനസ്സിന് സമാധാനം നൽകുന്നത് അല്ലാഹുവാണ്. റൂഹ് അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സൃഷ്ടിയാണ്. റൂഹിൻ്റെ ഭക്ഷണം അല്ലാഹുവിനോടുള്ള അടുപ്പമാണ്. ആ റൂഹ് കൂടെ ഉന്മേഷം കൊണ്ടാലേ നമുക്ക് സന്തോഷമുണ്ടാവുകയുള്ളൂ. അതാണ് അതിൻ്റെ സീക്രട്ട്. അതുകൊണ്ടാണ് ദുആ മജ്ലിസിലിരിക്കുന്നവർ, സ്വലാത്തിൻ്റെ മജ്ലിസിലിരിക്കുന്നവർ, വഅദ് കേൾക്കുന്നവർ, ഖുർആൻ പാരായണം ചെയ്യുന്നവർ, കേൾക്കുന്നവർ, ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും മനസ്സിന്. റിലാക്സ്. ഫുൾ ടൈം പാട്ട് കേട്ട് നടക്കുകയാണ്, ഫുൾ ടൈം ചെവിയിൽ മ്യൂസിക്കും വെച്ച് നടക്കുകയാണ്. അതെടുത്തു നോക്കട്ടെ, അവർ സങ്കടത്തിലാണ്, ബോറടിക്കുന്നു എന്ന് പറയുന്നത്, ഡിപ്രസ്ഡാണ്. മുഅ്മിനീങ്ങൾക്കതുണ്ടാവില്ല. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى ومن أعرض عن ذكري. അള്ളാഹു പറയുന്നു, എൻ്റെ സ്മരണയിൽ നിന്ന് ആരാണോ മുഖം തിരിക്കുന്നത്. അവിടെ വാളുണ്ട്, ഞാനില്ല. ഖുർആൻ ഓതാണ്ടോ, ഞാനില്ല. ആരാണോ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് മുഖം തിരിക്കുന്നത്, അത്തരം ആളുകൾ നമ്മുടെ കൂടെയോ നാട്ടിലൊക്കെ ഉണ്ടെങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ എന്താ അവരുടെ അവസ്ഥയെന്ന്. ഇപ്പം നിങ്ങളുടെ വാളിന് വന്നു, ഒരു പക്ഷേ അതിന് വരാൻ ആരോഗ്യവും വണ്ടിയും സൗകര്യമൊക്കെ ഉള്ള ആളുകൾ, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ മടിയുണ്ടാവും. എനിക്കതൊന്നും ഇഷ്ടമല്ല, വല്ല ഫുട്ബോളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ വരാം എന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ട്. എൻ്റെ സ്മരണയിൽ നിന്ന് ആരൊക്കെയാണോ മുഖം തിരിക്കുന്നത്, അവരുടെ ജീവിതം, അവരുടെ മനസ്സ് വളരെ സങ്കുചിതമായിരിക്കും, മനസ്സ് ഇടുങ്ങിയതാണ്. മനസ്സിന് ഭയങ്കരമായ സങ്കോചമുണ്ടാകും, വിശാലതയില്ല, സന്തോഷം ഉണ്ടാവില്ല. നാളെ പരലോകത്ത് വരുമ്പോൾ കണ്ണ് കാണാതെയാണ് മഹ്ശറിലേക്ക് വരിക, തപ്പിത്തടഞ്ഞുകൊണ്ട് മഹ്ശറിലേക്ക് വരിക. യാ അല്ലാഹ്, അല്ലെങ്കിലേ ഖബറിന്ന് എഴുന്നേറ്റ് പോരുന്നത്, അത് തന്നെ ബേജാറാണ്. ആ നേരത്ത് കണ്ണും കൂടെ കാണില്ലെങ്കിൽ എന്താ അന്നത്തെ അവസ്ഥ? എന്നിട്ട് അവർ പറയും, ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ,
അടുത്തുള്ള ആൾക്കാർ കണ്ണ് കാണില്ലേ? ഇല്ല ഇല്ല ഇല്ല, കണ്ണ് കാണുന്നില്ല. കണ്ണ് പൊട്ടനാലേ? മഹ്ശറിൽ ഇങ്ങനെ പോകുമ്പോഴേ കുറേ കണ്ണുപൊട്ടന്മാരിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, അപ്പോൾ ഇയാൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ ഒറ്റക്കല്ല, കണ്ണ് കാണുന്നവരിൻ്റെ അടുത്ത് കൂടെ പോകുന്നില്ല, എനിക്കാണ് കണ്ണ് കാണാത്തത്. റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറാ. പടച്ചവനെ, ഭൂമിയിൽ ജീവിച്ചപ്പോൾ എൻ്റെ 2 കണ്ണിന് നല്ല കാഴ്ചയുണ്ടായിരുന്നല്ലോ, എന്തേ നീ എന്നെ കണ്ണുപൊട്ടനാക്കിയത് എന്ന് നാളെ പരലോകത്തവർ അള്ളാഹുവിനോട് ചോദിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹിൻ്റെ മറുപടി കദാലിക്, അങ്ങനെ തന്നെ വരൂ. അതത്ക ആയാതുനാ ഫനസീതഹാ ഫകദാലികൽ യൗമ തുൻസാ. എൻ്റെ ദൃഷ്ടാന്തങ്ങൾ, എൻ്റെ ഖുർആൻ, എൻ്റെ റസൂൽ, എൻ്റെ ദീൻ, ഇതൊക്കെ പഠിപ്പിച്ചു തന്നപ്പോഴേ നീ എന്താ പറഞ്ഞത്? എനിക്ക് വേണ്ട, അതൊക്കെ പഴഞ്ചൻ, അതൊക്കെ 6-ാം നൂറ്റാണ്ട് അല്ലേ? അന്ന് നീ എന്നെ മറന്നില്ലേ? ഭൂമിയിൽ നീ എന്നെ മറന്ന പോലെ ഫകദാലികൽ യൗമ തുൻസാ, നിന്റെ കാര്യം ഞാനും മറന്നിരിക്കുന്നു. നിനക്ക് കണ്ണ് ഞാൻ തന്നിട്ടില്ല. എന്തേ? നിന്റെ കണ്ണുകൊണ്ട് സത്യം കാണാൻ നിനക്ക് കഴിഞ്ഞിരുന്നില്ലല്ലോ. അല്ലാഹുവിൻ്റെ മറുപടിയാണത്. ഇതൊക്കെ സത്യമായി പുലരാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാ മുഅ്മിനെ. ഗർഭാശയത്തിലിരിക്കുന്നൊരു കുട്ടിയോട് ഇങ്ങനെ നിങ്ങൾ പറയാണ്, മോനെ, ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാണെങ്കിൽ സങ്കല്പിക്കുക, ഉമ്മ പ്രസവിക്കാനായി നിൽക്കുക. അപ്പോൾ കുട്ടിയോട് പറയാം, മോനെ, നിൻ്റെ കാലൊക്കെ നീട്ടിയിട്ട് ഇങ്ങനെ വിടർത്താൻ പറ്റുന്നൊരു ലോകം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടി വെറുതെ ബടായി പറയണ കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ ഇരിക്കുന്നിടത്തുനിന്ന് ഈ സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു, ഈ സ്ഥലം പോകാതിരുന്നാൽ മതിയായിരുന്നു. നിനക്ക് ഓടാൻ പറ്റുന്ന ലോകം വരുന്നുണ്ടോ, പന്ത് കളിക്കാൻ പറ്റും, ടർഫൊക്കെ ഉണ്ടാകും അവിടെ നിനക്ക് ആകാശത്തുകൂടെ, ആകാശോ നിനക്ക് അതിലൊക്കെ പറക്കാൻ പറ്റും, ഫ്ലൈറ്റിലും ഒക്കെ, പാരച്യൂട്ടിലും സ്പേസ് ഷട്ടിലൊക്കെ നിനക്ക് യാത്ര ചെയ്യാൻ പറ്റും. വെറുതെ പറയണെന്തിനാ? ഈ ഗർഭാശയത്തിനുള്ളിലിരിക്കുന്ന കുട്ടിക്കറിയോ ഇങ്ങനൊരു ലോകമുണ്ടെന്ന്? ഇതുപോലെയാണ് നമ്മളോട് ആഖിറത്തിൻ്റെ കഥ പറയുമ്പോൾ, എന്താ ആഖിറ, എന്താണ് ആവല, ഉണ്ടോ ആവോ? മുനാഫിക്കുകൾ അങ്ങനെയാണ് ചിന്തിക്കുക. ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് ഈ ദുന്യാവ് പറഞ്ഞു കൊടുത്താൽ തിരിയില്ല. അതുപോലെ നമുക്ക് ആഖിറത്തിൻ്റെ കഥ പറഞ്ഞു തരുമ്പോൾ പുണ്യനിബിധങ്ങൾ നുണ പറയാത്ത നാവ് കൊണ്ട് പറഞ്ഞെന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞെന്നു. എന്തേ? ഇതൊക്കെ കണ്ടു പോന്നതാ നബിതങ്ങൾ മിഅ്റാജിൻ്റെ രാവിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമന്നാ വസദ്ദഖ്നാ, നമുക്കത് വിശ്വാസമാണ്, നമ്മളത് നെഞ്ചിനോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഈ ലോകം ഇത് അവസാനിച്ച് ഇല്ലാതെയാവുന്നൊരു ചെറിയ ലോകമാണ്. അനന്തമായൊരു ലോകവും അനന്തമായൊരു ജീവിതവും മരണമില്ലാത്തൊരു ലോകവും നമ്മെ കാത്തിരിക്കുക. അതിനു വേണ്ടി ഒരുങ്ങാമെന്നവരാ നമ്മൾ. അതാണ് മുഅ്മിനീങ്ങളുടെ പ്രത്യേകത. നമ്മൾ മരിക്കാൻ പേടി, അത് ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റമാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ട്രെയിനിൽ കയറാമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അത് മരണം അത്രയേ ഉള്ളൂ. ബസ്സിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ട്, കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ട്രെയിനിൽ കയറി, അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫ്ലൈറ്റ് കയറുന്നു, കുറച്ച് സ്പീഡിൽ പോകുന്ന ഒരു യാത്രയിലേക്ക് കയറാണ്. നമ്മുടെ ദേഹി എന്ന വാഹനം അവിടെ ഇറക്കി വെച്ചിട്ട് പുതിയൊരു വാഹനത്തിൽ കയറി പോവുകയാണ്. ഇത്രയേ മുഅ്മിനീങ്ങൾക്ക് മരണമുള്ളൂ. അല്ലാത്തവരൊക്കെ ഭയങ്കര പേടിയില്ല, മരിക്കുമോ എന്ന് ആലോചിച്ച് നടക്കുക. കൊറോണയിലൊക്കെ പേടിച്ചിട്ടല്ലേ മരിച്ചത്? മരിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് കുറേ ആൾക്കാർ മരിച്ചു പോയതെന്നാ. എന്തേ? അവർക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല മരിക്കേ. നമുക്കോ ഏതായാലും മരിക്കും. ഒന്നുകിൽ സ്വമേധയാ മരിക്കും, അല്ലെങ്കിൽ ആരെയും പിടിച്ച് കൊല്ലും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. എന്തായാലും മരണം ഉറപ്പാണ്. പക്ഷേ ദുന്യാവ് ഇവിടെ അവസാനിക്കും, ആഖിറം അവസാനിക്കുന്നില്ല. നമ്മൾ അതിനൊരുങ്ങി നടക്കുന്നവരാണ്. അതാ മുഅ്മിൻ്റെ പ്രത്യേകത. മുഅ്മിനീങ്ങൾ ശുജാഉകളാണ്, ധൈര്യമുള്ളവരാണ്. മുനാഫിക്കീങ്ങൾ ഖവാർഡ്സ്, പേടിയുള്ളവരാണ്, ഭീരുക്കളാണ്. മഹാനായ കസീർ ഇബ്നു ഉബൈദുൽ ഹിംസി റളിയല്ലാഹു അൻഹു ഹിംസിലെ പള്ളിയിൽ 60 വർഷം ഇമാമ് നിന്ന ഒരു പണ്ഡിതനാണ്. ഹിംസ്, ഷാമിൽ കിടക്കുന്ന ഹിംസിൽ 60 കൊല്ലം ഇമാമ് നിന്ന മഹാനായ കസീർ ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു, കസീർ ഇബ്നു ഉബൈദ് അൽ ഹിംസി റഹ്മത്തുള്ളാഹി തആല അലൈഹി, മഹാനവറുകൾ പറയുകയാണ്, മാ ദഖൽതു, നിസ്കാരത്തിൽ 60 കൊല്ലം നിസ്കരിച്ചിട്ട് ഒരു തക്ബീറത്തുൽ ഇഹ്റാം പോലും ഇവർ മറന്നിട്ടില്ല. നിസ്കാരത്തിലൊരു പിഴവ്, ഒരു റുക്വ അല്ലെങ്കിൽ ഒരു സുജൂദ് മറക്കേ
60 കൊല്ലത്തിനിടയ്ക്ക് ഒരു സഹ്വിൻ്റെ സുജൂദ് പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇത് എങ്ങനെ നിങ്ങൾക്ക് സാധ്യമായത്? 19 കൊല്ലമായിട്ടുണ്ട്, 60 കൊല്ലമായില്ലേ ഇവിടെ ഇമാം നിൽക്കാൻ തുടങ്ങിയിട്ട്, എങ്ങനെ ഇങ്ങനെ മറക്കാതെ നിസ്കരിച്ചത്? അതിന് മഹാൻ കൊടുത്ത മറുപടി വളരെ കൗതുകമാണ്. മാ ദഖൽതു മിൻ ബാബിൽ മസ്ജിദി ഖത്തു വഫീ നഫ്സി ഗൈറുല്ലാഹ്. ഈ പള്ളിയിലേക്ക് ഞാൻ ഗേറ്റിലൂടെ കടന്നു വരുമ്പോഴേക്കും, പള്ളിൻ്റെ വാതിൽക്കലെത്തുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ അല്ലാഹു അല്ലാതെ മറ്റൊരു ചിന്തയും ഉണ്ടാകുമായിരുന്നില്ല. അല്ലാഹു എന്ന ചിന്തയല്ലാതെ മറ്റൊന്നും എൻ്റെ ഹൃദയത്തിലില്ല. അങ്ങനെയാണ് ഞാൻ പള്ളിയുടെ ഗേറ്റ് വരെ കടന്നു വരുന്നത്. പിന്നെ പള്ളിക്കുള്ളിലും നിസ്കാരത്തിലും ഞാൻ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലാണ്. എൻ്റെ മനസ്സിൽ മറ്റൊന്നും വരുന്നു പോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മറവിയില്ലാതെ നിസ്കരിച്ചത് എന്ന് കസീർ ഇബ്നു ഉബൈദുൽ ഹിംസി റളിയല്ലാഹു അൻഹു 60 വർഷത്തെ സേവനത്തിന് ശേഷം കൊടുത്ത മറുപടി. പള്ളിയിലേക്ക് വരുമ്പോൾ ഗേറ്റിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും മൊബൈൽ ഓഫാക്കണം എന്നാണ് നമുക്ക് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഗേറ്റിന് സൈലൻ്റ് ആക്കിയാൽ തന്നെ വസ്വാസ. ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാവുമോ, റിങ് ചെയ്തിട്ടുണ്ടാവുമോ, അത് ഓഫാക്കിയിട്ട് വരിക. പള്ളിയുടെ ഗേറ്റ് തുടങ്ങുമ്പോഴേക്കും ഇത് ഓഫ് ചെയ്യുക. ഇനി ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിലേക്കാണ്. ദുനിയാവിൻ്റെ സർവ്വ നെറ്റ്വർക്കുകളും സ്വിച്ച് ഓഫ് ചെയ്യുക, ഉഖ്റവിയായ നെറ്റ്വർക്കുകൾ ഓൺ ചെയ്യുക. അങ്ങനെ ആയിരിക്കണം നമ്മുടെ നിസ്കാരം. അപ്പോഴേ ഇതിൻ്റെയൊക്കെ ആനന്ദം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ കയ്യും കെട്ടി സലാം മടക്കി ഇങ്ങനെ ഒരു ചടങ്ങ് ഇങ്ങനെ നിർവഹിച്ച് പോകുക എന്നല്ലാതെ ഒരു രസവും അതുകൊണ്ട് കിട്ടൂല. ആ രസം കിട്ടിയാൽ സലാം വീട്ടരുതേ എന്ന് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിസ്കാരം നീളട്ടെ, ഇമാം ഇനിയും ചൊല്ലട്ടെ, ഖുർആൻ ഇനിയും ഓതട്ടെ എന്ന്. അല്ലെങ്കിൽ എപ്പോഴാത് തീരുന്നത്? എന്താ ഇമാമ സലാം വിട്ടാത്തത്? അപ്പം തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് ഒരു ചുമ ഉണ്ടാക്കലൊക്കെ. വേം വീട്ടിൽ കൂടി ഇമാമെ സലാം എന്നതിൻ്റെ അർത്ഥം. കുറച്ച് നീണ്ടുപോയാൽ കേൾക്കാൻ പറ്റും, കുറച്ച് ചുമ അങ്ങനെ വരും ബാക്കെന്ന്. ആനന്ദിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. മാ ദഖൽതു മിൻ ബാബിൽ മസ്ജിദി ഖത്തു വഫീ നഫ്സി ഗൈറുല്ലാഹ്. അല്ലാഹു അല്ലാതെ മറ്റൊന്നും എൻ്റെ ചിന്തകളില്ല. അങ്ങനെയാണ് പള്ളിയുടെ വാതിലിലൂടെ ഞാൻ കടന്നു വരുന്നത്. എൻ്റെ മനസ്സ് നിറയെ അല്ലാഹുവാണ്. ഇമാം ഖലീൽ ഇബ്നു അഹ്മദ് അറബ് ഭാഷയിലെ വലിയ പണ്ഡിതനാണ്. ഇൽമുൽ അറൂദ് നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കും, കാവ്യശാസ്ത്രം, ഇൽമുൽ അറൂദ്. ഖലീൽ ഇബ്നു അഹ്മദുൽ ഫറാഹീദി, അദ്ദേഹമാണ് കാവ്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ്. ഒരു ഹാമർ എടുത്തിട്ട് ഒരു ചെമ്പിൻ്റെ തളികയിൽ ഒരാളിങ്ങനെ മേട്ടം മേടുമ്പോൾ വരും മഹാനവറുകൾ അതിന് ചില വസനുകൾ കണ്ടെത്തിയിരുന്നതാണ്. അങ്ങനെ എല്ലാത്തിനും ഒരു റിതം, താളം, അറബ് ഭാഷയിലെ കവിതകളുടെ താളം കണ്ടെത്തിയ മഹാൻ ഇൽമുൽ അറൂദ്. അതാണ് ഖലീൽ ഇബ്നു അഹ്മദ് റഹ്മത്തുള്ളാഹി. പക്ഷെ ഭയങ്കര ആബിദായിരുന്നു. വെറും ഒരു ഭാഷാ പണ്ഡിതൻ മാത്രമല്ല, മുതഅല്ലിമീങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, അദ്ദേഹം ആബിദായിരുന്നു. വലിയ ആബിദാണ്, വലിയ ആബിദായിരുന്നു മഹാനവറുകൾ. ബസ്രയിലെ മഹാനവറുകളുടെ ഒരു കൂരയിൽ, ഒരു ചെറ്റക്കുടിലിൽ മഹാനായ ഖലീൽ ഇബ്നു അഹ്മദ് തങ്ങൾ താമസിച്ചിരുന്നു. വർഷങ്ങളോളം ഒരു നേരത്തെ ഭക്ഷണം പോലും മഹാനില്ലായിരുന്നു. പക്ഷേ മഹാനിൽ നിന്ന് ഇൽമുൽ അറൂദ് എന്ന കാവ്യശാസ്ത്രം പഠിച്ച് അവിടുത്തെ ശിഷ്യന്മാർ വലിയ മുതലാളിമാരായിട്ട് ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഗുരുനാഥൻ ഒരു നേരത്തെ റൊട്ടി പോലുമില്ലാതെ മഹാനവറുകൾ ബസ്രയിൽ താമസിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അള്ളാഹുവിനോട് മഹാനവറുകൾ പറയുന്നൊരു കവിതയുണ്ട്. وإذا افتقرت إلى الذخائر وإذا افتخرت إلى الذخائر لم تجد ذكرا يكون كصالح الأعمال وإذا افتقرت إلى الذخائر لم تجد وإذا افتقرت إلى الذخائر لم تجد ذخرا يكون كصالح الأعمال. ശിഷ്യന്മാർ ഇഷ്ടം പോലെ കാശുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഗുരുനാഥനായ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു നേരത്തെ അന്നം കിട്ടാതെ കഷ്ടപ്പെട്ടപ്പോൾ മഹാൻ ഇങ്ങനെ പാടുമായിരുന്നു. وإذا افتقرت إلى الذخائر لم تجد ذخرا يكون كصالح الأعمال.
സമ്പത്ത് വേണമെന്നും ഒരുക്കി കൂട്ടി വെക്കണമെന്നും വരുമാനമുണ്ടാക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ സൽക്കർമ്മങ്ങളോളം, നല്ല കർമ്മങ്ങളോളം, ഇബാദത്തിനോളം വരുന്ന ഒരു നിധിയുമില്ല മക്കളെ. ഏറ്റവും വലിയ നിധി നിങ്ങളുടെ സുന്നത്ത് നോമ്പാണ്, നിങ്ങളുടെ ഫർളാണ്, നിങ്ങളുടെ നിസ്കാരമാണ്, സുന്നത്താണ്, ഖുർആൻ പാരായണമാണ്, സ്വതക്കയാണ്, ദാനധർമ്മമാണ്. ഇതിനോളം വരുന്ന സമ്പാദ്യം വേറെയില്ല എന്ന് മഹാനായ ഖലീൽ ഇബ്നു അഹ്മദുൽ ഫറാഹീദി എന്ന ഈ കാവ്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് എപ്പോഴും പാടുമായിരുന്നു. അവർ പറയും, മിന്നീ ഉഗ്ലിഖു അലയ്യ ബാബി ഫലാ യുജാവിസുഹു ഹമ്മീ. ഞാൻ എൻ്റെ ചിന്തകൾ ശിഥിലമായി പോവാതിരിക്കാൻ എൻ്റെ ചിന്തകളുടെ കവാടങ്ങളെ ഞാൻ അടച്ചു പിടിക്കും. അതുകൊണ്ട് എനിക്ക് ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ കഴിയും. മഹാനവറുകൾ ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്തയുടെ അപ്പുറത്തേക്ക് തൻ്റെ ചിന്തയെ കൊണ്ടുപോകാതെ ആ വിഷയത്തിൽ തന്നെ ഒതുക്കി നിർത്താനുള്ള ഒരു കഴിവ് മഹാനായ ഖലീൽ തങ്ങൾക്കുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, മഹാനവറുകൾ ചില ചിന്തകളിലായി നടന്ന് വഴിതെറ്റി മരുഭൂമി വരെ പോയി തിരിച്ചു വരാറുണ്ട്. അറിയില്ലായിരുന്നു ഒരേ ചിന്തയിലുള്ള നടത്തമാണ്. ചിന്തയെ, ശരീരത്തെ ഏകാഗ്രതയിൽ ഒതുക്കി നിർത്തുക, അങ്ങനെ ഏകാഗ്രമായ ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ. ഇപ്പം നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യാന്ന് പറയും. ഇങ്ങനെ കുട്ടികളോട് ശ്രദ്ധിക്കണേ, പഠിക്കുമ്പോൾ മക്കളോട് വീട്ടിൽ നിന്ന് പറയില്ലേ, നല്ല മനസ്സ് കൊടുത്ത് പഠിക്കും മോളെ, നല്ല മനസ്സ് കൊടുത്ത് പഠിക്കും മോനെ, കോൺസെൻട്രേറ്റ് ചെയ്യണം. സാധമാർ പറയും ഇവിടെ ശ്രദ്ധിക്കും ക്ലാസ് എടുക്കുമ്പോഴേ. പക്ഷെ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതൊരു വേറൊരു പഠനമാണ്. എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് അത് വേറൊരു പഠനം. ആ സംഗതി നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. കോൺസെൻട്രേറ്റ് ചെയ്യുന്നേ പറയുള്ളൂ. കുട്ടിക്കും തിരില്ല എന്താ ഇപ്പം ഞാൻ കാണിക്കേണ്ടത്, ഞാൻ പുസ്തകം തുറന്നു വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ വായിക്കുന്നുണ്ടല്ലോ, പക്ഷെ തലേക്ക് കയറുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് തർക്കീസ് ചെയ്യേണ്ടത് എന്നത് മറ്റൊരു പഠനമാണ്. നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. ആ ഒരു പാഠം മഹാനായ ഖലീൽ ഇബ്നു അഹ്മദ് തങ്ങളിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. മഹാനവറുകൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാണ്. വലിയ ആബിദായ മഹാനായിരുന്നു. യാ അല്ലാഹ്. താജുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ പിതാവ് തഖിയുദ്ദീൻ സുബ്കി തങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട്. വലിയ ആലിമായിരുന്നു മഹാനായ തഖിയുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ മകൻ താജുദ്ദീൻ സുബ്കി, ഷാഫിഈ മദ്ഹബിലെ പകൽഭരായ പണ്ഡിതന്മാർ. തഖിയുദ്ദീൻ സുബ്കി തങ്ങളെ രാവും പകലും നേരം വെളുത്ത് രാത്രിയായി ഉറങ്ങുന്നവരെ ചിലപ്പോൾ ഉറക്കൊഴിച്ചിട്ടും കിതാബിൻ്റെ രചനകളിൽ മാത്രം, ഭക്ഷണം വേണ്ട, മറ്റു ചിന്തകളൊന്നുമില്ല, മുഴുവൻ സമയം ഇൽമിൻ്റെ രചനകളുടെ ലോകത്ത് ചെലവഴിച്ച മഹാനാണ് തഖിയുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഭക്ഷണം കൊണ്ടുവരും വീട്ടുകാർ, കഴിക്കാൻ വേണ്ടി പറയും. അപ്പോൾ കഴിക്കാൻ നേരമില്ല, ഇങ്ങനെ കിതാബ് നോക്കാൻ. അപ്പോൾ വീട്ടുകാർ വായിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കും, അതങ്ങനെ അറിയാതെ കഴിക്കും. അങ്ങനെ മെല്ലെ മെല്ലെ വായിലേക്ക് വെച്ചുകൊടുക്കും. മഹാനായ പിതാവ് തഖിയുദ്ദീൻ സുബ്കി തങ്ങളെക്കുറിച്ച് മകൻ താജുദ്ദീൻ സുബ്കി തങ്ങൾ തൻ്റെ പിതാവിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തുകയാണ് തബഖാത്തു ഷാഫിഈയിൽ. എൻ്റെ പിതാവ് അങ്ങനെയായിരുന്നു. അങ്ങനെ അവസാനം കുറേ നേരം കഴിഞ്ഞ് ചോദിക്കും, അല്ല എൻ്റെ ഭക്ഷണം എവിടെ, ഞാൻ കുറേ നേരമായല്ലോ ചോദിച്ചിട്ട് എന്ന് പറയും. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞല്ലോ, നിങ്ങളുടെ വായിലേക്ക് വെച്ച് തന്നിരുന്നു, അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഗ്രന്ഥരചനകളിൽ മുഴുകിപ്പോയ ഏകാഗ്രതയുടെ മഹാ ഉദാഹരണങ്ങൾ തീർത്ത മഹാനായിരുന്നു തഖിയുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അപ്പോൾ ഉമ്മ പറഞ്ഞു, നമ്മുടെ ഈ മോൻ അത്ര സാമർഥ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇവൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഭക്ഷണം കിട്ടിയാൽ തന്നെ കഴിക്കണില്ല. അപ്പോൾ യാത്ര പോവുകയാണെങ്കിൽ എന്താ പട്ടിണി കിടന്ന് മരിക്കൂലേ നമ്മുടെ മോൻ തഖിയുദ്ദീൻ. വാപ്പയെക്കുറിച്ച് മകനാണ് അഭിപ്രായം പറയുന്നത്. പക്ഷേ വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ വാപ്പയുടെ വാപ്പയും തഖിയുദ്ദീൻ തങ്ങളുടെ ഉപ്പയും ഉമ്മയും തമ്മിലുള്ള സംസാരമായിരുന്നു അത്. അങ്ങനെ കുപ്പായത്തിൻ്റെ കോന്തലയിൽ ഒരു ദിർഹം കെട്ടിക്കൊടുത്തു. എവിടെയെങ്കിലും പോയിട്ട് വിശക്കുകയാണെങ്കിൽ പൈസ തപ്പുമ്പോൾ ഒരു ദിർഹം കിട്ടി, അത് കൊടുത്ത് ഭക്ഷണം വാങ്ങി തിന്നോളൂ, പട്ടിണി കിടന്ന് മരിക്കില്ലല്ലോ. 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ വസ്ത്രം തിരിഞ്ഞു നോക്കുമ്പോൾ ഉമ്മ ആ കെട്ടിക്കൊടുത്ത് അവിടെ തന്നെ ആ ഒരു ദിർഹമുണ്ട്. ഇപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു, ആ ഒരു ദിർഹം പോലും എടുത്തിട്ടില്ല. എന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഷാദ, എന്താ ഇതുമ്മ, എനിക്കിതെന്തിൻ്റെ ആവശ്യമില്ലല്ലോ, നിങ്ങളെടുത്തോളി എന്ന് പറഞ്ഞു എന്നാണ്. അത്രമേൽ
സമയം ദീനിന് ചെലവഴിച്ചപ്പോഴാണ് ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായൊരു പണ്ഡിതനായി മഹാനായ തഖിയുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി തആല അലൈഹി എന്ന വിശാരദനായ പണ്ഡിതനെ ഈ ലോകത്തിന് സമ്മാനിക്കപ്പെട്ടത്. ത്യാഗമാണ്, വലിയ ത്യാഗമാണ്. അൽഫിയ്യത്ത് ബിൻ മാലിക് വഹൽ ഫതൻ ഫീകും ഫമാ ഖില്ലുൻ ലനാ വറജുലും മിനൽ കിറാമി ഇൻദനാ. ഇമാം നബവി തങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്ന് പറയപ്പെടാറുണ്ട്. അൽഫിയ അറബ് വ്യാകരണ ശാസ്ത്രത്തിൻ്റെ കാവ്യമാണത്, കവിതകളാണ്, പക്ഷെ ഗ്രാമറാണ്. 1000-ലേറെ ബൈത്തുകളുള്ള ഗ്രന്ഥം. നമ്മുടെ മുച്ചാലിമീങ്ങളൊക്കെ മുഴുവൻ ഹിഫ്ള് ചെയ്ത് അൽഫിയ മുഴുവൻ ഓർമ്മയുള്ളവരുണ്ട് അവിടെ? അൽഫിയ മുഴുവൻ ഹിഫ്ളാക്കിയ ആരെങ്കിലും ഉണ്ടോ മുച്ചാലിമീങ്ങൾ? ഒന്ന് കൈപ്പൊക്കിയാട്ടെ, ഒരു സന്തോഷത്തിനാണ്, ഒരു സമ്മാനം തരും. അൽഫിയ ഹിഫ്ള് ചെയ്തവർ ഇല്ല? ഇൻഷാ അല്ലാഹ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കൈപ്പൊക്കിയാട്ടെ. അൽഫിയ തുടങ്ങിയിട്ടുണ്ട്, ബെയ്ത്തൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്, 100 ബെയ്ത്തൊക്കെ ആയിട്ടുണ്ട്. ഉണ്ടോ? ഇല്ല? അൽഫിയ അല്ലേ? ഭാഗികമായിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഹംസസാദ് പറയാം, ഭാഗികമായിട്ടുള്ളൂ, പൂർണ്ണമായിട്ടില്ല അല്ലേ? ഓക്കെ. ഡമസ്കസുകാരനാണ്, സിറിയക്കാരനാണ്. അന്ന് ഡമസ്കസിലാണ് പാർക്കുകളുള്ളത്. പണ്ടത്തെ കാലമില്ല, അന്ന് പാർക്കൊന്നും എവിടെയില്ല. പക്ഷെ ഡമസ്കസിൽ അന്ന് പാർക്കുകളുണ്ട്, ഉദ്യാനങ്ങളുണ്ട്. ദിമഷ്ക് ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാളിൽ ഇറങ്ങി വരുന്ന ഇടമാണ്. നമുക്ക് സിയാറത്ത് ചെയ്യാനും പോകാനൊക്കെ സഞ്ചരിക്കാനൊക്കെ ആഗ്രഹമുള്ള നാടാണ് സിറിയ. പക്ഷെ ഇപ്പോഴത്തെ ഈ യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ടൂറിസ്റ്റുകൾക്കൊന്നും അവിടേക്ക് എൻട്രി ഇല്ല, തീരെ സേഫ്റ്റി ഇല്ല. പോയാൽ തിരിച്ചു വരുമോ എന്നുള്ള കാര്യം ഒരു ഉറപ്പില്ലാത്ത നാടാണ്. അല്ലായിരുന്നെങ്കിൽ യഹ്യാ നബിയുടെ നാടാണത് അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാം അവിടെയാണ്, മറിയം ബീവി റളിയല്ലാഹു അൻഹ അവിടെയാണ്, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അവിടെയാണ്, അബൂദർദാ റളിയല്ലാഹു അൻഹു അവിടെയാണ്. ഒരുപാട് മഹത്തുക്കൾ നടക്കുന്ന നാടാണത് സിറിയ, ഡമസ്കസ്. അൽ ജാമിഉൽ അമവി, അൽ മസ്ജിദുൽ അമവി എന്ന് പറയുന്ന അമവി മസ്ജിദ്, ഡമസ്കസിൻ്റെ ഹൃദയഭാഗത്തുള്ള പള്ളി. മഹാനായ ഷെയ്ഖ് റമദാൻ ബൂത്തിയൊക്കെ ഒരുപാട് റഹ്മത്തുള്ളാഹി അലൈഹി ദർസ് നടത്തിയിരുന്ന പള്ളി. ആ പള്ളിയുടെ മുനാരങ്ങളിലൂടെയാണ് ഈസാ നബി ഇറങ്ങി വരാന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യൻസിലു അലൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമഷ്ക് ഐ മനാറത്തിൽ ജാമിഅ ദിമഷ്ക് അൽ മസ്ജിദിൽ അമവി. അമവി ഭരണാധികാരികളുടെ പേരിൽ അറിയപ്പെടുന്ന ആ ഒരു വലിയ ജുമുഅത്ത് പള്ളി കൂടെയാണ്. അതിൻ്റെ മുനാരത്തിലൂടെയാണ് ഈസാ നബി ഇറങ്ങി വരുമെന്ന് പറയുന്നത്. ആ പള്ളിയൊക്കെ ഇവിടെ നിലനിൽക്കുകയാണ്. വല്ലാത്തൊരു നാടാണത്. ഷാമിൻ്റെ പരീക്ഷണങ്ങൾ, ഷാമിൻ്റെ ബുദ്ധിമുട്ട് ലോകത്തിൻ്റെ പ്രയാസത്തിന് കാരണമാകും. ഫസാദു ഷാം ഫസാദു ദുനിയ, ഷാമിലുണ്ടാകുന്ന ഫസാദ് ലോകത്തിൻ്റെ ഫസാദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പ്രശ്നങ്ങളെ പരിഹരിക്കട്ടെ, അള്ളാഹു പ്രശ്നങ്ങളെ പരിഹരിക്കട്ടെ. മഹാനായി അൽഫിയയുടെ സാഹിബ് ഇമാം ഇബ്നു മാലിക്കുൻ നവവി, ഇബ്നു മാലിക്കുൻ നഹ്വി പണ്ഡിതനായ ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ കൂട്ടുകാരൊക്കെ വിളിച്ചു കൊണ്ടുപോകും. നമുക്ക് കുറച്ചു നേരം പാർക്കിൽ പോയിരിക്കാം. പാർക്കിൽ പോയി ഇവരൊക്കെ ഇങ്ങനെ കാറ്റ് കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഷമ്മുൽ ഹവ എന്ന കാറ്റ് കൊള്ളുക, യഷുമ്മുൽ ഹവ. അവരൊക്കെ ഇങ്ങനെ കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ മഹാനായ ഇബ്നു മാലിക് തങ്ങൾ എവിടെയെങ്കിലും മൂലൊക്കെ പോയിട്ട് ഇങ്ങനെ കിതാബ് പോകുന്നുണ്ടാവും. പാർക്ക് പോയാലും കിതാബ് നോക്കിയിരുന്ന അങ്ങനത്തെ ചില പഠിപ്പിസ്റ്റുകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവരൊന്നും കളിയാക്കരുത്. അതൊക്കെ അള്ളാഹു നൽകുന്ന ചില ഹിബത്തുകളാണ്, ചില ദാനങ്ങളാണ്. എല്ലാവരെ കൊണ്ടൊന്നും അങ്ങനെ പഠിക്കാൻ കഴിയില്ല. ചില പെൺകുട്ടികളുണ്ട്, ചില ആൺകുട്ടികളുണ്ട്. അങ്ങനെ മുഴുസമയവും പഠനമാണ്. അള്ളാഹു നൽകുന്ന വലിയൊരു തൗഫീഖാണ്. എല്ലാവരെ കൊണ്ടും അത് കഴിയില്ല. അള്ളാഹു നൽകുന്നൊരു തൗഫീഖാണ്, അത് പ്രോത്സാഹിപ്പിക്കണം. പുസ്തകപ്പുഴുവെന്നും പറഞ്ഞിട്ട് കളിയാക്കരുത്, അവരെ നിരുത്സാഹപ്പെടുത്തരുത്. ആ ചിന്തകളിൽ നിന്നാണ് ലോകത്തിന് മാറ്റങ്ങളും വിപ്ലവവും ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല ചിന്തകൾ രൂപപ്പെട്ടു വരുന്നത്. അവരിൽ നിന്നാണ് ഒരുപക്ഷെ ലോകത്ത് വലിയ റിഫോർമേഷൻ ഉണ്ടാവുക. പഠനങ്ങളാണ്. മഹാനവറുകൾ അത്തരം പുസ്തകപ്പുഴുവായിരുന്നു എന്ന് പറയാൻ കഴിയും. ജീവിതം ഇൽമിന് വേണ്ടി ചെലവഴിച്ചവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഇന്ന മിനന്നാസി നാസൻ മഫാതീഹു ലിൽ ഖൈരി മഗാലീഖു ലിശ്ശർ.
ജനങ്ങളിൽ ചില ആളുകൾ നന്മയുടെ താക്കോലുകളാണ്, അവർ തുറക്കുന്നത് മുഴുവനും നന്മകളാണ്. മഗാലിഖുൽ ശർ, അവർ ഷർറുകളെ പൂട്ടിയിടുന്നവരാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു അവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. പിന്നെ പറഞ്ഞു, ജനങ്ങളിൽ വേറൊരു വിഭാഗം ആളുകളുണ്ട്, മഗാലിഖുൽ ഖൈർ, നന്മകൾ, നല്ല നല്ല കാര്യങ്ങൾ, ആ നല്ല നല്ല കാര്യങ്ങളെ പൂട്ടാൻ കഴിയുന്ന ചില ആളുകൾ. മഫാതീഹുൽ ശർരി, അവർ തുറക്കുന്നത് മുഴുവനും ഷർറിൻ്റേതായിരിക്കും, അവർ തുറക്കുന്നത് മുഴുവനും ഷർറിൻ്റെ വാതായനങ്ങൾ, അവർ അടച്ചുപൂട്ടുന്നതോ നന്മയുടേത്. ഒരിക്കലും പെട്ടുപോകരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല സൽബുദ്ധി നൽകട്ടെ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, അല്ലാഹുവിൻ്റെ ഔലിയാ, ഈമാനുള്ള സജ്ജനങ്ങൾ, ആബിദീങ്ങളായവർ, മുഖ്ലിസീങ്ങളായവർ, മുഖ്ബിതീൻ, ഒരു പ്രശസ്തിയും ആഗ്രഹിക്കാതെ, ഒരു ഫോട്ടോവും വരണമെന്ന് ആഗ്രഹിക്കാത്ത, ആരും അറിയപ്പെടണമെന്ന് മനസ്സിൽ കൊതിയില്ലാത്ത, ഒരിക്കലും അങ്ങനെ ചിന്തിക്കാത്ത, അല്ലാഹുവിൻ്റെ ദാസന്മാരിൽ പടച്ചവനെ മാത്രം കുറിച്ച് ഓർത്ത് ജീവിക്കുന്ന സജ്ജനങ്ങളുണ്ട്. അവരെയാണ് മുഖ്ബിതീൻ എന്ന് പറയുന്നത്. യാ അബാ സയ്യിദ്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ലോക പ്രശസ്തനായ ഒരു ശിഷ്യനുണ്ട്, താബിഈ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളിലെ ആലിമാണ് എന്ന് പഠിപ്പിച്ച സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവരുടെ ശിഷ്യന്മാരിൽ പ്രഗൽഭനാണ് റബീഉ ഇബ്നു ഖുസൈം റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു അബ്ബാസ് എന്നവരുടെ പ്രഗൽഭരായ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഖുർആന്റെ മുഫസ്സിർ. സ്വഹാബികളുടെ ശിഷ്യന്മാർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അതഅജബൂന മിൻ ഖിഫ്ഫതി സാഖൈഹി, മെലിഞ്ഞ മനുഷ്യനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ നിൽക്കുകയാണെങ്കിൽ ഒരു കുട്ടി കസേരയിൽ ഇരുന്നാൽ എത്ര ഹൈറ്റ് ഉണ്ടോ അത്ര ഉണ്ടായിരുള്ളൂ. മഹാനവർ നിന്നാൽ തന്നെ ഒരു മനുഷ്യൻ നിൽക്കുന്ന ഹൈറ്റുള്ളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ നിന്നാൽ. മെലിഞ്ഞ സ്വഹാബിയാണ്. നിമിതങ്ങൾക്ക് വേണ്ടി അറാഖിൻ്റെ ഒരു കഷ്ണം മുറിക്കാൻ വേണ്ടി ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയപ്പോൾ കാറ്റടിച്ചപ്പോൾ കാറ്റിനോടൊപ്പം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആടി ഉലയാൻ നിന്നപ്പോൾ ഫളഹിക സ്വഹാബ, സ്വഹാബികൾ ഇങ്ങനെ ചിരിച്ചു. വെയിറ്റ് കുറഞ്ഞ ആളല്ലേ, ഇങ്ങനെ മരം ആടുന്നുണ്ട് കാറ്റിനൊപ്പം. കാറ്റിൻ്റെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവർ ആടുന്നുണ്ട്. ആ ചിരി കണ്ടപ്പോൾ ഹബീബായ നബി തങ്ങൾ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അതഅജബൂന മിൻ ഖിഫ്ഫതി സാഖൈഹി, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ കാല് മെലിഞ്ഞതാണെന്ന് കണ്ട് നിങ്ങൾ ചിരിക്കുകയാണോ, നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? വഇന്നഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ജബലി ഉഹദ്, ഉഹദ് മലയേക്കാൾ നാളെ അല്ലാഹുവിൻ്റെ മീസാനിൽ മഹാനായ ഈ സ്വഹാബിയുടെ കാലുകൾക്ക് ഭാരമുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ മഹാനാണ്, ശരീരം മെലിഞ്ഞിട്ടാ, പക്ഷേ ആ കാലുകൾക്ക് കനമുണ്ട്, ഉഹദ് മലയേക്കാളും കനമുണ്ട് എന്ന് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ദ് എന്നാണ് നബി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്റെ ശിഷ്യനായ റബീഉ ഇബ്നു ഖുസൈം എന്നവര് ഇബ്നു മസ്ഊദ് തങ്ങളെ കാണാൻ വേണ്ടി വന്നാൽ സമ്മതം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. മഹാനവറുകൾക്ക് നേരെ വന്നിരിക്കാം, ഗുരുനാഥന്റെ ഷെയ്ഖിന്റെ മുമ്പിൽ വന്നിരിക്കാം. റബീഉ ഇബ്നു ഖുസൈം എന്നവർക്ക് പെർമിഷൻ്റെ ആവശ്യമില്ല, അത്രയും അടുത്ത ശിഷ്യനാണ്. മുമ്പിൽ വന്ന് ഇരുന്നാൽ ഈ ശിഷ്യന്റെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കഴിച്ചിട്ടേ ഇബ്നു മസ്ഊദ് തങ്ങൾ വേറെ ആരിലേക്കും തിരിയുള്ളൂ. അങ്ങനെ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് തങ്ങൾ വല്ലാണ്ട് സ്നേഹിച്ച ഒരു ശിഷ്യനാണ് റബീഉ ഇബ്നു ഖുസൈം തങ്ങൾ. ആ മഹാനോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയാണ്, യാ അബാ സയ്യിദ് ലൗ റആക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹബ്ബക വമാ റഅയ്തുക ഇല്ലാ ദകർതുൽ മുഖ്ബിതീൻ. യാ അബാ സയ്യിദ്, അല്ലയോ റബീഅേ, ലൗ റആക റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലെങ്ങാനും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ,
നിങ്ങൾ താബിഴിയല്ലേ, ഹബീബിനെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങളെ എങ്ങാനും ഹബീബിനെ കാണാൻ അവസരമുണ്ടായിരുന്നുവെങ്കിൽ ലാ ഹബ്ബക, നിങ്ങളെ നബി തങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു. റബീഅ, റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബിയായി സ്വീകരിക്കുമെന്ന് മാത്രമല്ല, ലാ ഹബ്ബക്, നിങ്ങളെ ഹബീബ് ഹുബ്ബ് വെക്കുമായിരുന്നു. അതൊരു ക്വാളിറ്റിയാണ്. നമുക്ക് റസൂലുള്ളാഹി തങ്ങളോട് സ്നേഹമുണ്ട് അല്ലേ? അല്ലേ, നമ്മളൊക്കെ സ്നേഹിക്കുന്നില്ലേ? നമ്മളൊക്കെ, അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മളെങ്ങാനും ഹബീബിൻ്റെ മുമ്പിൽ പോയി നിന്നാൽ ഹബീബ് തങ്ങൾ നമ്മളെങ്ങോട്ട് സ്നേഹിക്കുമോ? അതാണ് വലിയ വിഷയം. 1 വേ ഉണ്ട്, 2 വേ ആയി കിട്ടാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ? അതിനനുസരിച്ച് നമ്മൾ മാറേണ്ടതുണ്ട്. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കേണ്ടത് ശരിയാണ്, പക്ഷെ നമ്മളെ നബി ഇങ്ങോട്ട് ഇഷ്ടപ്പെടുമോ? നമ്മളെ കണ്ടാൽ, നമ്മുടെ ഖൽബ് കണ്ടാൽ, നമ്മുടെ ഖൽബിലെ ചിന്തകൾ കണ്ടാൽ, നമ്മുടെ മൊബൈൽ ഫോണിലത്തെ കളി നബി തങ്ങൾ അറിഞ്ഞാൽ, നമ്മുടെ തലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ ഹബീബ് അറിയുമ്പോൾ, നമ്മുടെ മുഖലക്ഷണം കൊണ്ട് ഹബീബ് ഫിറാസത്ത് കൊണ്ട് നമ്മളെ മനസ്സിലാക്കുമ്പോൾ ഹബീബിന് നമ്മളെ ഇഷ്ടമാകുമോ? വരിൻ, നിങ്ങൾ എൻ്റെ ഉമ്മച്ചികളാണ്, നിങ്ങൾ എൻ്റെ മഹ്ബൂമികളാണെന്ന് പറഞ്ഞ് ഹബീബ് നമ്മളെ സ്വീകരിക്കുമോ? അതല്ല, നമ്മളെ മാറ്റി നിർത്തുമോ? ഇത് വലിയൊരു വിഷയമാണ്. അത് പറയാനാണ് ഉലമാ, ഇമാം ബുഖാരി തങ്ങളടക്കം ഈ സംഭവം ഉദ്ധരിച്ചു. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്ന ഈ വാക്ക്, യാ അബാ സയ്യിദ് ലൗ റആക റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅഹബ്ബക, പുണ്യ നബി നിങ്ങളെ കാണുകയാണെങ്കിൽ നിങ്ങളെ നബി സ്നേഹിക്കുമായിരുന്നു. അങ്ങനെ നബി തങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. റബീഅ, വമാ റഅയ്തുക ഇല്ലാ ദകർതുൽ മുഖ്ബിതീൻ, റബീഅ ഇബ്നു ഖുസൈമ, എനിക്ക് നിങ്ങളെ കാണുമ്പോഴെല്ലാം ഖുർആൻ പറഞ്ഞ മുഖ്ബിതീൻ എന്ന് പറഞ്ഞ വിഭാഗത്തെ ഓർമ്മ വരികയാണ്. ആരാണ് മുഖ്ബിതീങ്ങൾ? സാത്വികരായി, ശാന്തരായി, ആരാരും അറിയപ്പെടണമെന്ന ആഗ്രഹമില്ലാതെ, പ്രശസ്തിയുടെ പിന്നാലെ പോകാതെ, ആരാലും അറിയപ്പെടാതെ ഒതുങ്ങിക്കൂടി നടക്കുന്ന അള്ളാഹുവിൻ്റെ സച്ചരിതരായ മുത്തഖീങ്ങളായ ആളുകൾ. ആ ആളുകളെ എനിക്ക് ഓർമ്മ വരുന്നു. അബൂ സൈദേ, റബീഅ ഇബ്നു ഖുസൈമേ, നിങ്ങളെ കാണുമ്പോഴൊക്കെ അള്ളാഹു പറഞ്ഞ മുഖ്ബിതീങ്ങളുടെ സ്വഭാവം നിങ്ങളിലുണ്ട്. ആ സ്വഭാവം നബിതങ്ങൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് നബിതങ്ങൾ നിങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ ലാ ഹബ്ബക, നിങ്ങളെ നബിതങ്ങൾ സ്നേഹിക്കുമായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്, ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. ഒരു ഗുരുനാഥൻ തൻ്റെ ശിഷ്യന് കൊടുത്ത സർട്ടിഫിക്കറ്റുകളിൽ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഇബ്നു മസ്ഊദ് തങ്ങൾ റബീഅ തങ്ങൾക്ക് കൊടുത്തതാണെന്നാണ്. ലൗ റആക റസൂലുള്ളാഹി ലഅഹബ്ബക, അതൊരു സ്വഹാബിയുടെ സാക്ഷ്യമാണ്. അൻതും ശുഹദാഉല്ലാഹി ഫീ അർളിഹി. അപ്പം എന്തായിരിക്കും ആ ശിഷ്യൻ്റെ ക്വാളിഫിക്കേഷൻ? ശിഷ്യൻ അങ്ങനെയാണെങ്കിൽ ഗുരുനാഥനായ ശൈഖ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നിവരെ എങ്ങനെയായിരിക്കും? അങ്ങനെയാണെങ്കിൽ മഹാനവറുകൾക്ക് വെളിച്ചം കിട്ടിയ നുബുവത്തിൻ്റെ മഹ്ബിത്തുൽ വഹയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? ഹബീബിനെ കണ്ടാൽ തന്നെ സ്വഹാബികളുടെ ഖൽബിലേക്ക് ഹിക്മത്ത് ഇങ്ങനെ കയറുന്നതാണ്, ഇൽമ് ഇങ്ങനെ കയറുന്നതാണ്. ഒരിക്കൽ കണ്ടാൽ മതി, ഒരു സെക്കൻഡ് കണ്ടാൽ മതി. വകാന യഅതീഹിൽ അഅറാബിയുൽ ജിൽഫ് ഫകാന യതകല്ലമു ബിൽ ഹിക്മ. ജംഉൽ ജവാമിൽ വായിക്കാൻ പറ്റും. ഒരു സംസ്കാരവുമില്ലാത്ത അറാബികൾ പുണ്യ നബിയെ വന്ന് കണ്ട് തങ്ങളുടെ ഹദറത്തിൽ നിന്ന് ഒരു സെക്കൻഡ് ഇരുന്ന് എഴുന്നേറ്റ് പോയാൽ, ഒരു വിദ്യാഭ്യാസവുമില്ലാതിരുന്ന അറാബികൾ, കാട്ടറബികൾ റസൂലുള്ളാഹിന്റെ അടുത്ത് മുഅ്മിനായി ഒരു സെക്കൻഡ് നിന്ന് പോന്നാൽ പിന്നെ സംസാരിക്കുന്നത് മുഴുവനും തത്വജ്ഞാനങ്ങളായിരുന്നു. അപ്പം ആരാണ് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എന്തായിരിക്കും ഹബീബിൻ്റെ നൂറ്? എന്തായിരിക്കും ഹബീബിൻ്റെ നൂറ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? കണ്ടുപോന്നിട്ടേ ഉള്ളൂ, ഹദീസ് കേട്ടിട്ടില്ല, നബി തങ്ങൾ നിന്ന് കേട്ട് പഠിച്ചതുമല്ല. ഒരു സെക്കൻഡ് ഹബീബിൻ്റെ ഹദറത്തിൽ ഇരുന്ന് എഴുന്നേറ്റ് പോയാൽ ഫകാന യതകല്ലമു ബിൽ ഹിക്മ, പിന്നെ തത്വജ്ഞാനങ്ങളാണ് പറയുക. വെറും വർത്താനം പിന്നെ ഇവർ പറയില്ല, ചിന്തിപ്പിക്കുന്ന വാക്കുകൾ. ഹദീസ് എടുത്തു നോക്കി, ഇസ്ലാമിക ചരിത്രങ്ങൾ എടുത്തു നോക്കി, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെയാണ് അവരിതൊക്കെ പറഞ്ഞത്? ആരാ, ഏത് യൂണിവേഴ്സിറ്റിയിൽ അവരൊക്കെ പോയി പഠിച്ചത്? ഏത് കോളേജിലാണ് അവർ ഓതിയത്? എവിടെയുമല്ല, ഹബീബിൻ്റെ മദ്രസയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗ റആക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅഹബ്ബക
വമാ റഅയ്തുക ഇല്ലാ ദകർതുൽ മുഖ്ബിതീൻ. ഇത് സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. ഇത് വെളിച്ചം വിതറിപ്പോയ സൽസരണിയിലൂടെ കടന്നുപോയ സജ്ജനങ്ങളുടെ മാതൃകയാണ്. സ്വാലിഹീങ്ങളായ ആളുകളെ കാണുന്ന പക്ഷം നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്ന ചില ആളുകൾ, അവരുടെ സൗഹൃദം നഷ്ടപ്പെടുത്തരുത്. ചില മഹത്തുക്കൾ, അവരെ കാണുമ്പോഴേക്കും നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും. ചിലരെ കാണുമ്പോഴേക്കും പുതിയ റിലീസായ സിനിമയൊക്കെ ഓർമ്മ വരാം. പുതിയ ഒരാളെ കണ്ടാൽ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ ആയിരിക്കും ഓർമ്മ വരിക. ചില ആളുകളെ കണ്ടാലോ അല്ല വേറെന്തെങ്കിലും ആയിരിക്കും ഓർമ്മ വരിക. അള്ളാഹുവിന് ഓർമ്മ വരൂല. അത്തരം ആളുകളെ ദയവ് ചെയ്ത് ഇങ്ങനെ ഒന്നൊന്ന് മാറ്റി നിർത്തുക. ആയിട്ടില്ല, വേണ്ട. ചില ആളുകളെ കണ്ടാൽ നിങ്ങൾക്ക് അള്ളാഹുവിന് ഓർമ്മ വരും. അത്തരം ആളുകളോടുള്ള ബന്ധം നഷ്ടപ്പെടാതെ മുറുകെ പിടിക്കണം. ഇവിടെ കിടക്കുന്ന മഹാനായ ശൈഖുനൽ മർഹൂം, ആ ഒരു മുഖവും ഉസ്താദിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ അവിടെ, ആ ഒരു തെളിച്ചവും ആ ഒരു പ്രഭയും വലാ നുസക്കി അലല്ലാഹി അഹദ ഇന്നാ നഹ്സിബുഹു മിനസ് സ്വാലിഹീൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിരിക്കുക. اللهم صل على سيدنا محمد وآل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. نحب الصالحين ولسنا منهم ونرجو أن ننال بهم شفاعة ونكره من بضاعته المعاصي وإن كنا سواء في البضاعة. മരിച്ചുപോയാലും ജീവിച്ചിരിക്കുന്നവരെ വന്ന് കാണുന്ന പോലെ ആ ബന്ധങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം. സ്വർഗം വരെ എത്തേണ്ട ബന്ധങ്ങളാണിത്. ഉസ്താദിൻ്റെ അടുത്ത് വന്നതൊരു പക്ഷേ ഒരു കുട്ടി ഉണ്ടാവാനായിരിക്കും. ഉസ്താദിനോട് ദ്വാരപ്പിക്കാൻ മന്ത്രിച്ചൂതാൻ കുട്ടി ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ പ്രയാസം ഉണ്ടായിരുന്നു, ഉസ്താദെ ദ്വാരക്കണമെന്ന് പറഞ്ഞു. ആ പ്രയാസം ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ഖളാ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാറിയിട്ടുണ്ടാവും. ചില വിഷമങ്ങളൊക്കെ പോയി പറഞ്ഞു, മഹാൻ ദുആ ചെയ്ത് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ കാര്യം കഴിഞ്ഞ് എൻ്റെ പിറകോട്ട് നടക്കരുത്. അതൊരു ബന്ധമാണ്. അള്ളാഹു നമ്മളെ ബന്ധിപ്പിച്ചതാണ് ചില മഹത്തുക്കളുമായി. ഒരുപക്ഷെ ആ കുട്ടി ഇല്ലാത്തൊരവസ്ഥ ആയിരുന്നുവെങ്കിൽ, മക്കൾ ഉണ്ടായി, കല്യാണം കഴിഞ്ഞു, കുട്ടികളുണ്ടായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, ഒരുപക്ഷെ ഈ മഹാനെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, അവരുടെ അടുത്ത് വരാൻ അവസരം പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. അള്ളാഹു നമുക്ക് മക്കളെ തരാൻ വൈകിപ്പിച്ചത് ഒരു മഹാനെ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി തന്നതാണ്. ഉദാഹരണം പറയാം, അങ്ങനെ ആയിരിക്കും പലരും ഉസ്താദിനെ അറിഞ്ഞിട്ടുണ്ടാവുക. ആ ബന്ധം പുതുക്കിക്കൊണ്ടിരിക്കണം, സിയാറത്ത് ചെയ്യണം, ഹദ്റത്തിൽ വന്ന് സലാം പറയണം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മാറി താമസിച്ചുവല്ലോ, ഹബീബിനെ കാണാൻ പറ്റാഞ്ഞിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങൾ കിടക്കുന്ന മണ്ണിൽ നിസ്കരിക്കാൻ പറ്റണില്ല, കരയാണ്, കരച്ചിലാണ്, വാങ്ങുകൊടുക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. മഹാനവറുകൾ ഷാമിലേക്ക് യാത്ര പോയില്ലേ? 6-7 വർഷങ്ങളായപ്പോൾ പുണ്യനബി തങ്ങളുടെ ഒരു ഇൽഹാം ബിലാൽ തങ്ങൾക്കുണ്ടായില്ലേ? മാ ഹാദൽ ജഫാഉ യാ ബിലാൽ,
ബിലാലെ, നിങ്ങൾ എന്താണ് എന്നോട് പിണങ്ങിയോ? നിങ്ങൾ എന്താണ് എന്നെ വന്ന് കാണാത്തത്? ഷാമെന്ന് സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ഹബീബിൻ്റെ റൗദയിലെത്തും. എത്തൂലേ? ഇവിടുന്ന് പുലിക്കണ്ണി എന്ന സ്വലാത്ത് ചൊല്ലി ഹബീബിൻ്റെ റൗദയിൽ എത്തൂലേ? എത്തും. പക്ഷെ ഹബീബിൻ്റെ റൗദയിൽ നേരിട്ട് ചെന്ന് പറയുന്ന സലാം അത് വേറെയാണ്. മാ ഹാദൽ ജഫാഉ യാ ബിലാൽ. പുണ്യ നബി സ്വപ്നത്തിലൂടെ ചോദിച്ചു 3 തവണ, ബിലാലെ, നിങ്ങൾ എന്നോട് പിണങ്ങിയോ? നിങ്ങളെന്താ മദീനത്തേക്ക് വരാത്തത്? നിങ്ങളെന്താ എന്നെ വന്ന് കാണാത്തത്? അന്ന് യാത്ര തുടങ്ങി ബിലാൽ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന്, ഡമസ്കസിൽ നിന്ന് മദീനയിലേക്ക് ഹബീബിനെ കാണാൻ. അത് നബി വിളിച്ചു വരുത്തിയതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ജീവിതകാലത്ത് അങ്ങനെയല്ലേ, എപ്പോഴും ബിലാൽ എന്നവർ കൂടെ ഉണ്ടാവും. സബഖ്തനി ഇലൽ ജന്നതി യാ ബിലാൽ ബിമനിൽത. സ്വർഗത്തിലേക്ക് തങ്ങൾ എത്തുമ്പോൾ നബി തങ്ങൾക്ക് വേണ്ടി അവിടെ സ്ഥലങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാൻ ബിലാൽ എന്നവർ നേരത്തെ കടന്നിട്ടുണ്ടാവുന്ന. ഖാദിമീങ്ങൾ വരൂലേ? രാജാവ് വരുന്നതിന് മുമ്പ് ഖാദിമീങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാവും, അല്ലേ? രാജാവിനേക്കാളും വലിയ ആളാണ് ഖാദിമ് എന്നതിനർത്ഥമുണ്ടോ? ഇല്ല, രാജാവ് തന്നെയാണ് വലുത്. പക്ഷേ രാജാവിന് വേണ്ടി ഒരുക്കങ്ങൾ ചെയ്യാൻ ഖാദിമീങ്ങൾ മുമ്പിലുണ്ടാവും. ബിലാൽ എന്നവർ അങ്ങനെ സ്വർഗത്തിലുണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ചോദിച്ചു, ബിലാലെ, നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എന്തോ ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടല്ലോ, അതെന്താണ്? പറഞ്ഞു, മാ തവല്ലഉതു ലില്ലാഹി വുദൂഅൻ ഇല്ലാ സ്വല്ലൈതു ബഅദഹാ മാ കതബല്ലാഹു ലി. ഞാൻ എപ്പോഴും വുദൂ മുറിഞ്ഞാൽ വുദൂ എടുക്കും. വുദൂ എടുത്താൽ പിന്നെ ഒരുപാട് സുന്നത്ത് നിസ്കരിക്കും. ഇതെൻ്റെ ഒരു ശീലമാണ്. അതുതന്നെയാണ് ബിലാലെ അതിൻ്റെ കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ എന്നവർ മദീനത്തേക്ക് വന്നു. ഓർമ്മയില്ലേ ആ ചരിത്രം? ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിക്കാൻ വേണ്ടി വന്നതല്ല, തങ്ങളോട് സലാം പറയാൻ വേണ്ടി വന്നതാ. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ മരിച്ചുപോയാൽ അവർ മണ്ണായി തീർന്നു എന്ന് വിശ്വസിക്കുന്നവരല്ല. മരിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യൻ്റെ ഖബറിൻ്റെ അടുത്തേക്ക് ചെന്നാൽ ശിർക്കാകും, ബിദ്അത്താകും എന്ന് വിശ്വസിക്കുന്നവരും അല്ല. മരിച്ചു കഴിഞ്ഞ മുഅ്മിനായ മനുഷ്യൻ്റെ ഖബർ, അവിടെ ആ മുഅ്മിനായ മനുഷ്യൻ്റെ മലായിക്കത്തുകൾ അവിടെ ഇബാദത്തിലിരിക്കുന്ന സ്ഥലമാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സ്ഥലമാണത്. അവിടെ റൂഹ് നിൽക്കുന്ന സ്ഥലം, അവരുടെ ശരീരം കിടക്കുന്ന സ്ഥലം ഷറഫാക്കപ്പെട്ട ഇടമാണ്. അഷ്റഫ് ഖൽഖ് തങ്ങളുടേത്, അംബിയാഇൻ്റേത്, ശുഹദാഇൻ്റേത്, സ്വാലിഹീങ്ങളുടേത് മുഴുവനും അങ്ങനെയാണ്. ഇത് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഹബീബിൻ്റെ അരികത്ത് വന്ന് സലാം പറഞ്ഞു. അതിനർത്ഥം എന്താ? ആ ജസദു ഷരീഫ് എവിടെയാണോ കിടക്കുന്ന ഹബീബിൻ്റെ അൽ ഹുജ്റത്തുൽ മുബാറക, ഹുജ്റത്തു ഷരീഫ, ആ ഹുജ്റയിൽ അവിടേക്ക് നോക്കി സലാം പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹബീബിനോട് പറയുന്ന പോലെയുള്ള ഒരു സലാം അവിടെ നടക്കുന്നുണ്ട്. അതല്ലേ നബി തങ്ങളോട് സലാം പറയുന്നത് ശറഅക്കപ്പെടാൻ കാരണം. അതിൻ്റെ ആദാബുകൾ ഫത്ഹുൽ ബാരിയിൽ, നമ്മുടെ തുഹ്ഫയിലടക്കം ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ ആദാബു സ്വലാത്തി അലൻ നബി, നബിയോട് എങ്ങനെയാണ് സലാം പറയേണ്ടത്, ആദാബു തസ്ലീമി അലൻ നബി ഇൻദൽ ഹുജ്റത്തിൽ മുബാറക, ഇമാമിങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. എങ്ങനെ തിരിഞ്ഞു നിൽക്കേണ്ടത്, എങ്ങനെയാ തുടങ്ങേണ്ടത്, എങ്ങനെയാ ആരംഭിക്കുക, എങ്ങനെയാ അവസാനിപ്പിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അവിടുന്ന് ദുആയിരക്കേണ്ടത്, ഇതെല്ലാം പഠിപ്പിച്ചിരിക്കുകയാണ്. അതിനർത്ഥം എന്താ? ഒരു മഹാൻ കിടക്കുന്ന ഇടം പുണ്യമുള്ള ഇടമാണ്. അതൊക്കെ ബിദ്അത്താണെന്നും അതൊക്കെ ശിർക്കിലേക്ക് വഴിവെക്കുമെന്നും അതൊക്കെ ഖബറാരാധനയാണെന്നും പറഞ്ഞ് ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിൽ ആത്മാവ് നഷ്ടമാകുന്ന, ആത്മാവിൻ്റെ മധുരമറിയാത്ത ചില കോലങ്ങളായി നമ്മൾ മാറിയില്ലേ? ആത്മാവിൻ്റെ പ്രകാശം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഈമാനിൻ്റെ ഒരു നൂറ് നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തീർന്നു, ഇത് വിശ്വസിക്കുന്ന ആളുകളില്ലേ? ഇങ്ങനെ പെരുമാറുന്ന ആൾക്കാരില്ലേ? അവരുടെ ഹലർത്ത് ദ്വാരക്കുമ്പോഴേക്കും അവിടെ എന്ന് ചെന്ന് പെട്ടാൽ തന്നെ കൈ ബേക്കോട്ട് കെട്ടി വെക്കും. ഞാനെങ്ങാൻ ആമീൻ പറഞ്ഞാൽ അള്ളാഹ് സ്വീകരിച്ചേക്കുമോ എന്ന പേടി കൊണ്ടാവാം. നമ്മളങ്ങനെയല്ല. പുണ്യനബി വിളിച്ചു വരുത്തി ബിലാൽ എന്നവരെ റളിയല്ലാഹു അൻഹു. ആ ബന്ധം സ്ഥാപിക്കാൻ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ചെറിയ മക്കളാണ്. ബിലാൽ എന്നവരെ, ഞങ്ങളുടെ വല്ലിപ്പയുടെ കാലത്ത് നിങ്ങൾ കൊടുത്തിരുന്ന വാങ്ക് നിങ്ങളൊന്ന് കൊടുക്കുമോ? വാങ്ക് വിളിച്ചില്ലേ ബിലാൽ റളിയല്ലാഹു അൻഹു? ആ വാങ്കിൻ്റെ ധ്വനി മദീനയിൽ മുഴങ്ങിയില്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
ബോധം കെട്ടു വീണു. മദീനയിലെ പെൺകുട്ടികളും പെണ്ണുങ്ങളും കുട്ടികളും വലിയവരുമൊക്കെ മദീനയുടെ തെരുവുകളിലേക്ക് ഇറങ്ങിയിട്ട് അവര് വാവിട്ട് കരയാൻ തുടങ്ങി. അബ്ഇസ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ഹബീബ് ജീവൻ കിട്ടി തിരിച്ചു വന്നുവോ, ഖബറിൽ നിന്ന് നബി തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അവർ പറഞ്ഞുകൊണ്ട് കരഞ്ഞു. എന്തേ? തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ബിലാൽ എന്നവരിങ്ങനെ വാങ്ങുകൊടുത്തിട്ടുള്ളൂ. പക്ഷേ അഷ്റഫുൽ ഖൽഖിന്റെ പേര് പറയാൻ കഴിയാതെ ബോധം കെട്ട് വീണു. ബാങ്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഫലം തുറൽ മദീന അക്സറ ളജീജൻ ബഅദ വഫാത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ദാലികൽ യൗം. അന്ന് മദീനക്കാര് കരഞ്ഞ പോലെയുള്ളൊരു കരച്ചിൽ നബി തങ്ങൾ വഫാത്തായ നാളിലാണ് കരഞ്ഞിരുന്നത്. പുണ്യ നബിയെ ഓർത്തുകൊണ്ട് മദീനയിലെ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഉറക്കെ നിലവിളിച്ചു കരഞ്ഞു. ബിലാൽ എന്നവരുടെ ബാങ്ക് കേട്ടപ്പോൾ റളിയല്ലാഹു അൻഹു. ആത്മീയ ബന്ധമാണ്, അത് സ്ഥാപിക്കൽ സിയാറത്ത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മഹാന്മാരെ സിയാറത്ത് ചെയ്യണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സിയാറത്തിനൊരു പവറുണ്ട്. വെറുതെ ബസ് വിളിച്ച് പോയിട്ട് അവിടുന്ന് ഒന്നും അറിയാത്ത കോലത്തിൽ ആമീൻ പറഞ്ഞു പോന്നാൽ പോരാ. അവിടെ ഇരുന്നവരുമായി ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന വിധം അവരുമായി ഒരു മുനാജാത്തിന് സാധിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. അതൊരു ആത്മീയ ബന്ധമാണ്. ഒരു ചടങ്ങ് നിർവഹിച്ചു പോരരുത്. അവിടെ കിടക്കുന്ന മഹാൻ, അവിടെ എന്ത് വിഷമം കൊള്ളുന്ന അള്ളാഹുവിൻ്റെ വലിയ അവർ ജീവിച്ചു പോയ ഇബാദത്തിൻ്റെ നാൾവഴികൾ, അവരുടെ റൂഹാനിയായ അവരുടെ നഫഹാറ്റുകൾ, ഇത് ആവാഹിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഒരു ശരിയായ സിയാറത്ത് എന്ന് പറയുന്നത്. അല്ല വെറുതെ അവിടെ അറ്റൻഡ് ചെയ്ത് പോരലല്ല. അവിടെ സമയം ചെലവഴിക്കണം, അവിടെ ഇരിക്കണം. അതൊരു ഹദ്റത്തുൽ മുബാറക. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തൊരു ജസദ് അവിടെ കിടക്കുകയാണ്. അള്ളാഹുവിൻ്റെ മെഹബൂബീങ്ങളായ ആളുകൾ, മുഅ്മിനീങ്ങൾ, ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണെന്നാണ്. അള്ളാഹു സജ്ജനങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു പറയും, ഇദാ വജദ്തു ബിൽ ഖൽബി ഖസ്വ, എൻ്റെ ഹൃദയത്തിന് എന്തെങ്കിലും ഒരു കാഠിന്യമുണ്ടെങ്കിൽ, നളർതു ഇലാ വജ്ഹി മുഹമ്മദ് ഇബ്നു വാസിഅൻ, മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി എന്ന് പറയുന്ന പ്രഗൽഭനായ താബിഈ, മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഅൻ എന്നവരുടെ മുഖത്തേക്ക് ഞാൻ നോക്കും. ആരാ പറയുന്നത്? മഹാനായ ജഅഫർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. എൻ്റെ ഖൽബിന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഖസ്വത്ത്, ഒരു കാഠിന്യം എനിക്ക് ഫീലായി തുടങ്ങിയാൽ ഞാൻ അന്ന് ജീവിച്ചിരിപ്പുള്ള മഹാനെ കാണാൻ വേണ്ടി ചെല്ലും. നളർതു ഇലാ വജ്ഹി മുഹമ്മദ് ഇബ്നു വാസിഅ, മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവരുടെ മുഖം ഇങ്ങനെ ഞാൻ നോക്കും ദൂരെ നിന്ന്. ആ ഒരൊറ്റ നോട്ടം ആഴ്ചകളോളം എനിക്ക്